അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള വിശ്വാസിനികളെ, പരിശുദ്ധ റമളാൻ ആഗതമാകുന്നതിന് മുൻപ്, റമളാൻ മാത്രമല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിർബന്ധ കർമ്മമായ നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും, ഈ കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ വിശ്വാസം അത് ദൃഢമായിരിക്കണം. പലതും നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് ബോധ്യപ്പെടാൻ സാധ്യമല്ല. നമ്മുടെ കൂട്ടത്തിലെ ഒരു സഹോദരൻ പെട്ടെന്ന് രോഗബാധിതനായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, ആരുണ്ട് ഈ രോഗിയുടെ കൂടെ വന്നവർ? മക്കൾ പറഞ്ഞു, ഞങ്ങളാണ് കൂടെ വന്നത്. എങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന രോഗി മരണപ്പെട്ടു പോയി. മരിച്ചുപോയ ആ ലോകത്തെക്കുറിച്ച്, ജീവനില്ലാത്ത, ശരീരം തണുത്തുറഞ്ഞുപോയ, ഹോസ്പിറ്റലിലേക്ക് വരുന്നതിനു മുമ്പ് നമ്മളോടൊപ്പം സംസാരിച്ചു വന്ന ആ വ്യക്തി മരണത്തിലേക്ക് മടങ്ങിപ്പോയി. ആ ആത്മാവ് എങ്ങോട്ടേക്കാണ് പോയത്? മെഡിക്കൽ സയൻസിന് നിശബ്ദമാണ് മറുപടി. അവിടെ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത്, ആ ലോകത്തേക്കുള്ള വർത്തമാനം നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങളാണ്. കാരണം നമ്മുടെ പള്ളിക്കാട്ടിലേക്ക് നിരവധി മനുഷ്യരെ നാം കൊണ്ടുപോയി ഖബറടക്കം ചെയ്തു. പലകകൾ വെച്ചു, മണ്ണിട്ട് മൂടി. ആ ഖബറിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. ഖബറിൻ്റെ രക്ഷാശിക്ഷകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അള്ളാഹുവിനെയും അവൻ്റെ മലക്കുകളെയും അവൻ്റെ സ്വർഗ നരകങ്ങളെയും നമുക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. പരിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക വചനങ്ങളിലൂടെ നാം ദൃഢമായി വിശ്വസിക്കുന്നു. ഖുർആൻ പഠിക്കുമ്പോഴാണ്, ഖുർആൻ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് ബോധ്യപ്പെടുന്നത്. ഞാനിങ്ങനെ സംസാരിച്ചു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നില്ല. വിശുദ്ധ ഖുർആൻ എടുത്തു വച്ച്, അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശുദ്ധ റമളാനിന് മുൻപുള്ള റമളാൻ പാഠശാലയിൽ വിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായമായ സൂറത്തു സജദയുടെ 12-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പാരായണം ചെയ്ത് കേൾപ്പിക്കാൻ പോകുന്നത്. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, വലൗ തറാ, ആ ഭയാനകമായ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടിരുന്നുവെങ്കിൽ, വലൗ തറാ, നിങ്ങൾ ആ അവസ്ഥ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, വരാൻ പോകുന്ന പരലോകത്തിൻ്റെ രക്ഷാശിക്ഷകൾ നേരിൽ കാണുമ്പോഴുള്ള ആ അവസ്ഥയുടെ ഭയാനകമായ അവസ്ഥ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുകയാണ്. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, റബ്ബിൻ്റെ മുന്നിൽ കുറ്റവാളികളായ മനുഷ്യർ അവരുടെ തല താഴ്ത്തിക്കൊണ്ട്, എനിക്കെന്നെ നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരുന്ന പരലോകമോക്ഷം നേടിയെടുക്കാനുള്ള ഈ ദുനിയാവിൻ്റെ
ആ ഓട്ടത്തിനിടയിൽ എൻ്റെ യഥാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കർമ്മങ്ങൾ പ്രവർത്തിക്കേണ്ടതിൻ്റെ ആ രൂപങ്ങൾ മനസ്സിലാക്കാതെ പാരമ്പര്യമായി നമ്മളൊക്കെ വിശ്വാസികളാണെന്നതുകൊണ്ട്, ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് വെറുതെ കേവലം ഒരു വിശ്വാസികളായതുകൊണ്ട് പ്രയോജനമില്ല. വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം, റബ്ബിൻ്റെ മുന്നിൽ കുറ്റവാളികളായ മനുഷ്യർ ഓരോരുത്തരും അവരുടെ ശിരസ് താഴ്ത്തിക്കൊണ്ട് ക്ഷമാപണം നടത്തുന്ന ഒരു സന്ദർഭം. റബ്ബന, ഞങ്ങളുടെ നാഥ, പടച്ച റബ്ബേ, അബ്സർന വസമിഅന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിതാ നേരിൽ കാണുകയും കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും അള്ളാഹുവുണ്ടെന്നും മലക്കുകളുണ്ടെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾക്ക് യാഥാർത്ഥ്യം ബോധ്യമായി. ഫർജിഅന, ഞങ്ങൾക്കൊന്ന് മടങ്ങിപ്പോകാനുള്ള ഒരവസരം ഞങ്ങൾക്ക് തരണം. നഅമൽ, എങ്കിൽ ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. എന്തു പ്രവർത്തിക്കാം? സ്വാലിഹൻ, നല്ല കർമ്മങ്ങൾ ഞങ്ങൾ പ്രവർത്തിക്കാം. ശരിയായ വിശ്വാസത്തിൻ്റെ ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾ ദൃഢവിശ്വാസികളാണ്. ഇപ്പോൾ ഞങ്ങൾ യഖീനുള്ളവരാണ്. ആ യഖീനാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തു തകാസുറിലൂടെ അള്ളാഹു പറഞ്ഞത്, എൻ്റെ പടപ്പുകൾ അവർ ഒന്നറിഞ്ഞിരുന്നുവെങ്കിൽ, സൂറത്തു തകാസുറിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് എൻ്റെ അടിമകൾ അവർ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, സൂറത്തു തകാസുറിലൂടെ അള്ളാഹു പറഞ്ഞത് എൻ്റെ അടിമകൾ യഖീനായ ലതറവുന്ന, സൂറത്തു തകാസുറിലൂടെ അൽഹാകുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. കല്ലാ ലൗ തഅലമൂന, അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇൽമൽ യഖീൻ, ഉറപ്പായ ദൃഢമായ അല്ലാഹുവുണ്ടെന്നും പടച്ചവനുണ്ടെന്നും മലക്കുകളുണ്ടെന്നും ഖബറിലെ രക്ഷാശിക്ഷകളുണ്ടെന്നും അവർ ദൃഢമായ ആ ബോധ്യം, ആ അറിവാണ് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടേണ്ടത്. ആ യഖീനാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ബോധ്യമാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളിവിടെ നിന്ന് എറണാകുളത്തേക്ക് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നമ്മുടെ മകനോട് പറഞ്ഞു, നീ ഒന്ന് ഡോക്ടറെ ഒന്ന് വിളിക്കേ. നമ്മളവിടെ പോയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലോ ഡോക്ടറെ ഒന്ന് വിളിച്ചു. ഡോക്ടറെ വിളിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ട്, ഈ ആഴ്ച ഞാൻ പുറത്തേക്കൊന്നും പോകുന്നില്ല, ഹോസ്പിറ്റലിലുണ്ട്, നിങ്ങൾ വന്നാൽ മതി, നിങ്ങളെ പരിശോധിക്കാം. ആ യാത്രയ്ക്കൊരു ഉറപ്പുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ ഒരു വെളിപ്പാടകലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊരു പരിശോധന നടത്തണം. നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും ഒരു സംശയമുണ്ടാകാൻ പാടില്ല. നിരന്തരം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, പ്രഭാതത്തിൽ വിശ്വാസിയായ മനുഷ്യൻ പ്രദോഷത്തിൽ നിരീശ്വരവാദിയായി പോകാം. അതുകൊണ്ട് തന്നെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ എൻ്റെ ദീനിൽ, ഈ സത്യത്തിൽ, ഈ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്തണമേ. മരണം വരെ ഹൃദയത്തിൻ്റെ ഈ വിശ്വാസത്തിൽ ചാഞ്ചാട്ടങ്ങളില്ലാതെ ദൃഢമായ ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവേ, ഞങ്ങളുടെ വിശ്വാസം ദൃഢമാക്കി തരണമേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക്. ഈ പ്രാർത്ഥന അല്ലാഹുവിൻ്റെ റസൂല് നിരന്തരം പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, റസൂലെ, നിരന്തരം അങ്ങത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ റസൂല് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തത്, യാ ആയിഷ, നാം ഓരോരുത്തരുടെയും ഹൃദയം റബ്ബിൻ്റെ കരങ്ങളിലാണ്. അവനതിങ്ങനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ വിശ്വാസം 100% ദൃഢമാണോ എന്നറിയുന്നതിനു വേണ്ടി മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദീനിൽ ഉറപ്പിച്ച് ഇസ്തിഖാമത്തോടുകൂടി നിലനിർത്തണമേ. അതാണ്
പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ്, നമ്മുടെ കർമ്മങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയുടെ 12-ാമത്തെ വചനമാണ് നമ്മളൊന്ന് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മറ്റൊരു വചനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.